കൊച്ചി വിമാനത്താവളം വഴി തുടർച്ചയായി നടക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങൾ. കോടികൾ മറിയുന്ന ഇടപാടുകളിൽ മലയാളികൾക്കും പങ്ക്. ഒരു മാസത്തിനിടെ കടത്തിയത് 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. ഹൈബ്രിഡിൽ സിന്തറ്റിക് ലഹരിയും കലർത്തിയാണ് വിതരണം ചെയ്യുന്നത്. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കസ്റ്റംസും DRI. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസവും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട നടന്നിരുന്നു. 2.25 കോടിയിലേറെ രൂപ വില വരുന്ന കഞ്ചാവായിരുന്നു പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിലെത്തിയ കോഴിക്കോട് സ്വദേശി ഫവാസ് ആയിരുന്നു ബാഗേജിനകത്ത് 17 ബാഗുകളിലായി കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ 7.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 3 പേർ പിടിയിലായിരുന്നു. കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത് പ്രധാനമായും മലേഷ്യയിൽ നിന്നും തായ്ലാന്റിൽ നിന്നുമാണ്. പ്രത്യേക ഊഷ്മാവിൽ കഞ്ചാവ് ചെടി പരിപാലിച്ചാണ് ഉൽപാദനം. മാരക രാസവസ്തുക്കൾ ഇട്ടുവെച്ച് വീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കടത്തിക്കൊണ്ടുവരുന്നത് പ്രധാനമായും ചതുരക്കട്ട പോലെയാണെങ്കിലും ചെറിയ ഉരുളകളാക്കിയാണ് ഉപയോഗിക്കുന്നവരുടെ കൈകളിലേക്ക് എത്തുന്നത്. വീര്യമനുസരിച്ച് 1/2 കോടി രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് വിപണി വില. വിമാനത്താവളങ്ങളിലൂടെ മാത്രമല്ല കൊറിയറുകളായും ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട്. രാജ്യാന്തര ലഹരി സംഘങ്ങളാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിലുള്ളത്. സംഘത്തിൽ നിരവധി മലയാളികളുമുണ്ട്. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കൂടി ചേർത്ത് മാരക ലഹരിയാക്കിയാണ് വിൽപ്പന. കൊച്ചി ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറുമ്പോൾ വിദേശത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്ന ലഹരി വസ്തുക്കളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ്. തായ്ലാന്റിൽ നിന്നടക്കമാണ് ഈ കഞ്ചാവ് എത്തിക്കുന്നത്. കിലോയ്ക്ക് 1/2 കോടിയിലേറെയാണ് വില വരുന്നത്. ഇത്തരത്തിലുള്ള കഞ്ചാവ് വളരെ രഹസ്യമായി ബാഗേജുകളിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നതുകൊണ്ട് തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ കള്ളക്കടത്ത് വർദ്ധിക്കാൻ കാരണം. ഇതിനൊപ്പം തന്നെ സിന്തറ്റിക് ലഹരി കൂടി ചേർത്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. ഈ സിന്തറ്റിക് ലഹരി ഇതിൽ ചേർക്കുന്നു എന്നതുകൊണ്ട് തന്നെ സിന്തറ്റിക് ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. എന്നാൽ നിലവിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രത്യേക താപനിലയിൽ പ്രത്യേക ഊഷ്മാവുകളിൽ വിളയിച്ചെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവുകൾ. മറ്റ് MDMA അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾക്കൊപ്പം തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവിനെയും കണക്കാക്കുന്നത്. ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.